വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364-2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഓൾറെഡി 100 ഡേ സ്റ്റഡി പ്ലാൻ വീഡിയോ, അതിനുശേഷം മൊഡ്യൂൾ വൈസ് അനാലിസിസ്, ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ ഇതിൽ ഓൾറെഡി 85 ചോദ്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ ഇപ്പോൾ പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ജൂനിയർ അക്കൗണ്ടിൻ്റെ ക്ലാസ്സസ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 86 ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ചോദ്യം. ഇതാണ്: ഡിവൈഡിങ് ബയേഴ്സ് ഇൻ ടു ഗ്രൂപ്സ് based on their knowledge, attitude, uses or response to a product is called. Number 1, geographic segmentation. Number 2, demographic segmentation. Then psychographic segmentation. Then behavioral segmentation. അപ്പോൾ ബയേഴ്സിനെ അവരുടെ നോളേജ്, ആറ്റിറ്റ്യൂഡ്, അത് യൂസ് ചെയ്യുന്ന രീതി, ഇതിൻ്റെയൊക്കെ ബേസിൽ റെസ്പോൺസ് ടു എ പ്രോഡക്റ്റ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്? ആദ്യത്തെ ജിയോഗ്രഫിക് സെഗ്മെന്റേഷൻ എന്നാണ് പറയുന്നത്. ജിയോഗ്രഫിക് സെഗ്മെന്റേഷനിൽ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്? ജിയോ മീൻസ് ഏരിയ, ഏരിയയുടെ ബേസിൽ സെഗ്മെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജിയോഗ്രഫിക് എന്ന് പറയാം. ഇതല്ല, സോ ആദ്യത്തെ അല്ല. രണ്ടാമത് ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ. ഡിമോ മീൻസ് വാട്ട്? പീപ്പിൾ. ഗ്രാഫീൻ മീൻസ് സ്റ്റഡി, സ്റ്റഡിങ് അബൌട്ട് ദി പീപ്പിൾ, അവരുടെ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ ബേസിൽ, ഇൻകത്തിൻ്റെ ബേസിൽ, അല്ലേ, അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയാം. അപ്പോൾ അതുമല്ല. ദെൻ സൈക്കോഗ്രാഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണാലിറ്റിയുടെ ബേസിൽ, ലൈഫ് സ്റ്റൈലിൻ്റെ ബേസിൽ ഒക്കെ കാറ്റഗറൈസ് ചെയ്യുമ്പോഴാണ് സൈക്കോഗ്രാഫിക് എന്ന് പറയാം. അതുമല്ല. ലാസ്റ്റ് ബിഹേവിയറലാണ്. ബിഹേവിയറൽ സെഗ്മെന്റേഷനിലാണ് നോളേജിൻ്റെ ബേസിൽ, ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ യൂസസ്, റെസ്പോൺസ് ടു എ പ്രോഡക്റ്റ്, ഇതിൻ്റെയൊക്കെ ബേസിലുള്ള സെഗ്മെന്റേഷൻ, അതിനെയാണ് നമ്മൾ ബിഹേവിയറൽ എന്ന് പറയാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരാം കേട്ടോ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 87. പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ് പ്രൊഫഷണൽ എത്തിക്സ് ആർ. എന്താണ് ക്വസ്റ്റ്യൻ? പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ് പ്രൊഫഷണൽ എത്തിക്സിൽ വരുന്നത്: നമ്പർ 1, പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ്. നമ്പർ 2, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ്. ദെൻ കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് ഓഡിറ്റേഴ്സ്, കോഡ് ഓഫ് ബിഹേവിയർ ഓഫ് ഓഡിറ്റർ. 4 ഓപ്ഷൻ പറയുന്നുണ്ട്. ഇപ്പം എന്താ ചോദ്യം? പ്രിൻസിപ്പിൾ ഓഫ് ഓഡിറ്റിംഗ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്. പ്രൊഫഷണൽ എത്തിക്സിനെ അതിൻ്റെ പ്രിൻസിപ്പിൾസിനെ നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താണ്? നമ്പർ 1, പ്രിൻസിപ്പിൾ ഓഫ് ഓഡിറ്റിംഗ്. പ്രിൻസിപ്പിൾ ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോഡായിട്ടുള്ള കൺസെപ്റ്റാണ്. ഓഡിറ്റിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സ്, പ്രൊസീജിയേഴ്സ്, മെത്തഡോളജീസ് അല്ലെ മെത്തേഡ്സ്, അങ്ങനെ ബ്രോഡായിട്ടുള്ളതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഓഡിറ്റിങ്ങിൽ പറയാം. അപ്പോൾ അതല്ല, ഇവിടെ നമുക്ക് പ്രൊഫഷണൽ എത്തിക്സ് അതിലോട്ടാണ് ഫോക്കസ് പോകേണ്ടത്. നമ്പർ 2, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ് പറയുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എത്തിക്സ് തന്നെയാണ്, ബട്ട് വൺ ഓഫ് ദി എത്തിക്സ് ആണ്. ഈ പറയുന്ന പ്രൊഫഷണൽ എത്തിക്സിൽ നമുക്ക് വേണ്ട ഒരു എലമെന്റ് മാത്രമാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. എത്തിക്സ് തന്നെയാണ്, ബട്ട് വൺ ഓഫ് ദി എലമെന്റ് മാത്രമാണ്. അപ്പോൾ അതിനേക്കാളും ക്ലോസ്ലി വരുന്ന വേറെ പോയിന്റ് ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പം ഇതല്ല. ദെൻ കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് ഓഡിറ്റേഴ്സ്, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഓഡിറ്റിംഗ് പ്രൊഫഷണൽ എത്തിക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്, ഇതാണ് ആൻസർ വരിക. പിന്നെ കോഡ് ഓഫ് ബിഹേവിയർ ഓഫ് ഓഡിറ്റർ എന്ന് പറയുന്നത് റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒന്നല്ല. ദിസ് ഇസ് ആക്ച്വലി നോട്ട് ഫോമൽ, ഇൻഫോർമൽ ആയിട്ടുള്ള ഒന്നാണ് കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. ബിഹേവിയർ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി സ്റ്റാൻഡർഡൈസ്ഡ് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, ഇൻഫോർമൽ ആണ് ബിഹേവിയർ ഓഫ് ഓഡിറ്റർ എന്ന് പറയുന്നത്, അതിൻ്റെ കോഡ്. അപ്പോൾ ഇതല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് ഓഡിറ്റേഴ്സ്, ഇതാണ് ശരിക്കും ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഓഡിറ്റിംഗ് പ്രൊഫഷണൽ എത്തിക്സ് ആർ ഏറ്റവും ക്ലോസ്ലി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൻസർ
ഓപ്ഷൻ സി ആണ്. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 88. Arrears of rent received during the previous year rupees 1 lakh. From this amount, deduction is to be allowed. അപ്പോൾ അരിയർ റെൻറ്റ് പ്രീവിയസ് ഇയറിൽ 1 lakh rupees കിട്ടി. ഇതിൽ നമുക്ക് എത്ര എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. 50,000, 20,000, 30,000, നൺ ഓഫ് ദി അബോവ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം HP-യിൽ അരിയർ ആയിട്ടുള്ള റെൻറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ടാക്സബിൾ റിസീപ്റ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ആസ് യൂഷ്വൽ നമുക്ക് കിട്ടുന്ന റിസീപ്റ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് നിയമം. സോ നമുക്ക് 1 lakh rupees റെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നോർമൽ റെൻറ്റ് എത്രയാ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. 1 lakh കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കോമൺ ആയിട്ട് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അല്ലേ നമുക്ക് കുറയ്ക്കാം, അലൗഡ് ആയിട്ടുള്ള അതാണ്. സോ 1 lakhൻ്റെ 30% എന്ന് പറയുമ്പോൾ 30,000 rupees സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാൻ പറ്റും. ബാലൻസ് 70,000 രൂപ. 1 lakhൽ നിന്ന് 30 പോയി 70,000 രൂപയാണ്. 70K ആണ് എന്ത് വരിക, ടാക്സബിളിലോട്ട് പോവുക അല്ലേ. അപ്പോൾ ഇവിടെ അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻ എത്രയാ? 30,000. ഈസി ക്വസ്റ്റ്യൻ ആണത്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 89. The principal objective of audit is, ഓഡിറ്റിൻ്റെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ്, മെയിൻ ഒബ്ജക്റ്റീവ്, prevention of errors and frauds. Number 1, to report to management of business whether the balance sheet exhibit a true and fair view of the state of affairs of the business, to detect errors and frauds, to verify the assets and liabilities. അപ്പോൾ ഇതിൽ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിറ്റിംഗ് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നൊരു കാര്യമാണത്. ഓപ്ഷൻ ബി ആണ് വരാം അല്ലേ. ടു റിപ്പോർട്ട് ടു മാനേജ്മെൻറ്റ് ഓഫ് ബിസിനസ് വെദർ ദ ബാലൻസ് ഷീറ്റ് എക്സിബിറ്റ്സ്. അതിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വരും. ബാലൻസ് ഷീറ്റിൽ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യലാണ്, അത് റിപ്പോർട്ട് ചെയ്യലാണ്. ബാലൻസ് ഷീറ്റിൽ എല്ലാ കാര്യങ്ങളും വരും, അസറ്റ്സിന് എല്ലാ മൊത്തം കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ വെരിഫൈ ചെയ്യുക, എക്സിബിറ്റ്സ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് ഓക്കെ ആണെന്നുള്ളത് റിപ്പോർട്ട് ചെയ്യലാണ് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒരെണ്ണം കൂടി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 90. ഫ്രം ദി ഫോളോയിങ് വിച്ച് ഈസ് ആൻ അഡ്മിസിബിൾ എക്സ്പെൻസ്. അഡ്മിസിബിൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കും, അലൗഡ് ഡിഡക്ഷൻ ആയിട്ട് പറയുന്ന ഐറ്റം താഴെ പറയുന്നതിൽ ഏതാണ്? നമ്പർ 1, എക്സ്പെൻസസ് ഓൺ അസസ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്, then income tax, capital expenses incurred, charities and donations. ഇതാണ് ഓപ്ഷൻസ്. നമുക്കറിയാം നമുക്ക് ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കുന്നത് റവന്യൂ ഐറ്റംസ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറ്റില്ല, പേഴ്സണൽ ആയിട്ടുള്ള ഐറ്റംസ് പറ്റില്ല, അതൊന്നും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല, നോട്ട് അലൗഡ് ആണ്. അപ്പോൾ അഡ്മിസിബിൾ ആയിട്ട് വരുന്ന എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള ഐറ്റംസിലോട്ടാണ് നമുക്ക് ഫോക്കസ് പോകേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കിയേ, ആദ്യം എക്സ്പെൻസസ് ഓൺ അസസ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൻ്റെ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഇപ്പോൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്ന എക്സ്പെൻസസ്, അപ്പോൾ ഇൻകം ടാക്സിൻ്റെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വർഷം സ്പെൻഡ് ചെയ്യുന്ന പല ചിലവുകളുണ്ട്, അതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. സോ ഇതാണ് ആൻസർ ശരിക്കും പറഞ്ഞാൽ. ബാക്കി ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് അല്ലേ, അത് ടാക്സ് ഇറ്റ് സെൽഫ്. ടാക്സ് അടയ്ക്കുന്നത്, അഡ്വാൻസ് ആയിട്ട് ടാക്സ് അടയ്ക്കുന്നത്, അത് എക്സ്പെൻസസ് അല്ലല്ലോ, ടാക്സ് പേ ചെയ്യുന്നതാ. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻസസ് ഇൻകേർഡ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതും വരില്ല. ചാരിറ്റീസ് ആൻഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 80C2, 80U, 80Gയിലൊക്കെ വരുന്നതല്ല ഡൊണേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്നതല്ല. സോ ആൻസർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമുക്ക് എന്താണ് ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അലൗഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, സോ അതാണ് ആൻസർ വരാം. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു 5 ചോദ്യങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 ക്വസ്റ്റ്യൻസും കൂടിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. അപ്പോൾ 2 വീഡിയോസിലും കൂടി ആയിട്ട് നമ്മുടെ 100 ചോദ്യങ്ങൾ നമ്മൾ അവസാനിപ്പിക്കും. അതിനുശേഷം എന്താണ് ഓരോ സബ്ജക്റ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.